ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ആപ്പിനകത്ത് നമുക്ക് എങ്ങനെ ഒരു ഇൻട്രാഡേ ട്രേഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് തന്നെ കാണിക്കുവാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വോയിസ് ഇട്ടാൽ എനിക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞുതരാം. നമ്മൾ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ നമ്മൾ കാണുന്ന മെനു ഇങ്ങനെ ഇരിക്കും. താഴെ ഹോം, വാച്ച് ലിസ്റ്റ്, പോർട്ട്ഫോളിയോ, ഓർഡർ ബുക്ക്, അക്കൗണ്ട്സ്. ഈ റീസെൻ്റ്ലി ഒരു ആപ്പ് കുറച്ച് അപ്ഡേറ്റ് ആയി കുറേ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. അത് കാരണം ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ അബൌട്ട് ഒരു കൊല്ലം മുമ്പ് വേറെ വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഈ വാച്ച് ലിസ്റ്റ് എന്നുള്ള മെനു എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തേക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് ഇതാണ്. ഇതൊരു നല്ലൊരു സപ്പോർട്ടിങ് റെസിസ്റ്റിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് എൻട്രി എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം സ്റ്റോക്കിൽ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ സെർച്ചിൻ്റെ അകത്ത് സെർച്ച് ചെയ്ത് നമ്മൾ ആഡ് കൊടുത്ത് ആടാൻ പറ്റും. അത് വേണമെങ്കിൽ ആ സെപ്പറേറ്റ് വീഡിയോ കിടക്കുന്നുണ്ട്. വാച്ച് ലിസ്റ്റിലേക്ക് അങ്ങനെ സ്റ്റോക്ക് ആഡ് ചെയ്യാമെന്ന് ഞാനത് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ചാർട്ട് സ്റ്റോക്ക് ഡീറ്റെയിൽസ് എന്നുള്ള കിട്ടും. കറണ്ട് മാർക്കറ്റ് പ്രൈസ് കാണാൻ സാധിക്കും, ബയേഴ്സും സെല്ലേഴ്സും കാണാൻ സാധിക്കും. നമുക്ക് ഇതിൻ്റെ ചാർട്ട് എടുത്ത് നോക്കണമെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് എൻട്രി എടുക്കാൻ പോകുന്നത് പറയാം. ചാർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് ഇന്ന് രാവിലെ നല്ല രീതിയിലൊരു അപ്പ് വന്നിട്ട് പിന്നെ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാക്സിമം ഈ ലെവൽ വരെയൊക്കെ ഒന്ന് കയറിപ്പോയിട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഒരു ഷോർട്ട് സെല്ലാണ് എടുക്കുന്നത്. അതായത് ഞാൻ ആദ്യം ക്വാണ്ടിറ്റി സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ 1 hour ചാർട്ട് എടുത്ത് നോക്കിയാലും ഇത് നല്ല രീതിയിൽ ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് റിട്ടേൺ വരുന്നുള്ള പ്രതീക്ഷയിലാണ് എടുക്കുന്നത്. ചിലപ്പോൾ ഇത് തെറ്റാവാം, ചിലപ്പോൾ ഈ നഷ്ടം വന്നേക്കാം. പക്ഷേ ആ ഒരു പ്രതീക്ഷ എടുക്കുന്നത്. സ്റ്റോക്ക് ഡീറ്റെയിൽസ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. ടെക്നിക്കലി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ട്രെൻഡിലാണ് നിൽക്കുന്നത്. പക്ഷേ റിട്ടേൺ അടിക്കുന്ന പ്രതീക്ഷയിലാണ് ഞാൻ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ പിന്നെ വേറെ കാര്യം കാണാൻ സാധിക്കും. ഞാൻ സാധാരണ നോക്കുന്നത് വോളിയാണ് പിന്നെ നോക്കുന്നത്. ബയേഴ്സിൻ്റെ സെല്ലേഴ്സ് ഓൾമോസ്റ്റ് 3 times സെല്ലേഴ്സ് ഉണ്ട്. പക്ഷേ ഇത് എക്സാക്ട്ലി കൗണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കണം, ഓർഡർ എല്ലാം ഇത് കിടക്കുന്നുണ്ടാവും. പക്ഷേ അതൊരു തിരിച്ച് താഴേക്ക് ഇറങ്ങാനുള്ള ഒരു പോസിബിലിറ്റിയാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെയുള്ള സെല്ല് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുക. സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ ഡെലിവറി, ബൈ ഡിഫോൾട്ടായിട്ട് ഡെലിവറി ആയിരിക്കും വരുന്നത്. നമ്മൾ ഇൻട്രാഡേയിലേക്ക് സ്വിച്ച് ചെയ്യുക. പിന്നെ ഇവിടെ ഷെയറിൻ്റെ ക്വാണ്ടിറ്റി അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാർക്കറ്റ് പ്രൈസിലാണോ അടിക്കേണ്ടത്, ലിമിറ്റിലാണോ അടിക്കാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് ഇങ്ങനെയായിരിക്കും കിടക്കുന്നത്. നമ്മളത് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യുകയാണ്, ഇൻട്രാഡേയിലേക്കൂടെ സ്വിച്ച് ചെയ്യുക. സ്വിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ലിമിറ്റ് പ്രൈസ് അടിക്കാനുള്ള ഓപ്ഷൻ കിട്ടും. ഞാൻ ആദ്യം ലിമിറ്റിൽ ഓർഡർ പ്ലേസ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഇൻട്രാഡേ ട്രേഡാണ് കാണിക്കുന്നത്. മറ്റേ നിങ്ങൾക്ക് കവർ ഓർഡറും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇത് എനേബിൾ ചെയ്താൽ മതി. ഞാൻ ഓഫ് ചെയ്തിട്ട് വേണം തൽക്കാലം. സിമ്പിളായിട്ടുള്ള ഓർഡർ ആദ്യം പഠിക്കുക, പിന്നെ അതിന് ശേഷമാണ് സ്റ്റോപ്പ് ലോസ് ഓർഡറും കവർ ഓർഡറും റോബോ ഓർഡറൊക്കെ പഠിക്കാൻ നല്ലത്. ഇവിടെ സിമ്പിളായിട്ടുള്ള ഓർഡർ ക്വാണ്ടിറ്റി ഇവിടെ അടിച്ചു, 500 ക്വാണ്ടിറ്റി അടിച്ചു, 500 ക്വാണ്ടിറ്റി അടിച്ചു. ഞാൻ പ്രൈസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 193.45 അതാണ് പ്രൈസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ 50 ഒരു 50 വരെ മുകളിലേക്ക് കയറുന്നതാണ് എൻ്റെ പ്രതീക്ഷ. നമുക്കിവിടെ താഴെ പ്ലേസ് സെൽ ഓർഡർ എന്നാണ്. നമ്മൾ ബൈ എടുക്കണമെങ്കിൽ പ്ലേസ് ബൈ ഓർഡർ എന്നായിരിക്കും ഇവിടെ വരുന്നത്. നമ്മൾ കൊടുക്കുവാണ്, അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെയുള്ള ഈ കൺഫേം എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തേക്കുക. കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഓർഡർ പെൻഡിങ്ങിൽ. അതായത് നമ്മൾ ഇതിവിടെ ഓർഡർ ബുക്കാണ് ഈ കാണുന്നത്. നമ്മളിവിടെ അത് പ്ലേസ് ചെയ്യുമ്പോൾ പ്രൊഫൈല് ഓർഡർ ബുക്ക് എന്നുള്ളത് കാണാൻ സാധിക്കും. ഈ ഓർഡർ ബുക്കിൻ്റെ അകത്ത് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പെൻഡിങ് എന്ന രീതിയിൽ കിടക്കുന്നത് കാണാൻ സാധിക്കും. ക്വാണ്ടിറ്റി എത്ര കിടക്കുന്നത്, നമ്മൾ വെച്ചേക്കുന്ന പ്രൈസ് 193.50 ആണ്. ഇപ്പോഴത്തെ കറണ്ട് ട്രേഡിംഗ് പ്രൈസ് നിൽക്കുന്നത് 192.91 ആണ്. എപ്പോഴാണോ ഈ പ്രൈസിനൊരു മാച്ച് വരുന്നത്, 193.50 എന്ന പ്രൈസ് വരുന്നത്, അന്നേരമാണ് ഈ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നുള്ളൂ. നമുക്കിപ്പോൾ തൽക്കാലം ഇതിൻ്റെ ചാൻസ് നമുക്ക് പിന്നെ കൺവേർട്ട് ടു മാർക്കറ്റ് ഓർഡർ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ നല്ല രീതിയിൽ പ്രൈസ് ഹൈ ആയിട്ട് നിൽക്കുവാണ്. അതിലേക്ക് ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ലിമിറ്റ് ഓർഡർ ആണ്, അത് മാർക്കറ്റിലേക്കാണ്. ഈ സ്വിച്ചിൽ പിടിച്ച് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിൽ മാർക്കറ്റ് ഓർഡറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഈ കൺഫേം ബട്ടൺ അടിച്ചാൽ ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല, ബാക്ക് വരുവാണ്. നമുക്ക് പിന്നെ മാനുവലായിട്ട് മോഡിഫൈ ആണെങ്കിൽ അതിനകത്ത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ കിടക്കുന്നുണ്ട്. എഡിറ്റ് ഓർഡർ കിടക്കുന്നുണ്ട്. എഡിറ്റ് ഓർഡർ എടുത്ത് നമുക്ക് വേറെ ഏത് പ്രൈസിലേക്ക് വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്യാൻസൽ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ പ്ലേസ് ചെയ്ത ഓർഡർ നമുക്ക് ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഡു യു വാണ്ട് ടു ക്യാൻസൽ ഓർ ഡിസ്മിസ് എന്നാണ്. അപ്പോൾ നമ്മൾ ഡിസ്മിസ് കൊടുക്കും, ക്യാൻസൽ ചെയ്യുന്നില്ല. ഈ ഓർഡർ എക്സിക്യൂട്ട് ആവണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം 193 എന്ന് പറഞ്ഞാൽ നല്ലൊരു റെസിസ്റ്റൻസ് പോയിൻ്റാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും. 1 hour മാറ്റി 1 minute ചാർട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതുണ്ട്. ഇത് പോയേക്കണ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1935 ഒക്കെ പോയിട്ടൊരു ഈ പ്രൈസ്
193.61 ആണ് ഒരു ഐഡിയൽ ഞാൻ നോക്കിയിട്ട് റെസിസ്റ്റൻ പോയിന്റ് പിന്നെ കാണണേ. അല്ലെങ്കിൽ ഇവിടെ ഒത്തിരി താഴേക്ക് പോയി നമുക്കിനിയിപ്പോൾ ഓർഡർ എക്സിക്യൂട്ട് ആവാനുള്ള ചാൻസ് ഒന്നും തോന്നുന്നില്ല. ബൈ എടുത്ത് ചിലപ്പോൾ എക്സിക്യൂട്ട് ആയേക്കാം, അല്ലെങ്കിൽ 5 മിനിറ്റ് വെയിറ്റ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സിക്യൂട്ട് ആയിരിക്കും. നമുക്കിത് മാർക്കറ്റിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കോട്ട് പോവുക, എഡിറ്റ് ഓർഡർ എന്നുള്ള എടുക്കുക. നമുക്കിവിടെ ലിമിറ്റ് ഓർഡർ ആയിട്ടാണ് കിടക്കുന്നത്. അത് മാർക്കറ്റ് ഓർഡറിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ ഈ മാർക്കറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓർഡർ മാർക്കറ്റ് ഓർഡറായിട്ട് മാറിക്കോളും. നമുക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. വേണ്ട മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ ലാസ്റ്റ് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് ആ പ്രൈസിൽ ഓർഡർ ചെയ്തിടും. ഞാൻ ആ 92 അങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു എബൌട്ട് 500 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് വരേണ്ടതായിരുന്നു. അത് പോട്ടെ, സാരമില്ല, നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ലിമിറ്റ് തന്നെ കിടക്കുവാണ്. നമുക്കൊന്നുകൂടെ ചാർട്ടിൻ്റെ പെർഫോമൻസൊക്കെ നമുക്ക് പിന്നെ ബാക്കി മെനൂസ് ഞാൻ പറഞ്ഞു പോകാം. ആ സമയത്തിനുള്ള ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. നമുക്ക് ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ അത് എക്സിക്യൂട്ടായി കഴിയുമ്പോൾ വരുന്ന സ്ഥലമാണ് ഈ എക്സിക്യൂട്ടിൻ്റെ അടിയിലായിരിക്കും അത് വരുന്നത്. ഇപ്പോൾ ഓർഡർ എന്തെങ്കിലും കാരണവശാൽ റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ റിജക്റ്റ് ടാബിൻ്റെ അടിയിലായിരിക്കും. നമുക്ക് ഇപ്പോൾ തൽക്കാലം അതിനകത്തൊക്കെ ബ്ലാങ്ക് ആയിരിക്കും കിടക്കുന്നത്, കാരണം ഒരു ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ല. ഇത് വേറൊരു ഓർഡറാണ്, ഞാൻ ഒരു ഡെലിവറി ഓർഡർ എടുത്താണ് 40 പീസ് പോലെയുടെ. റിജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്ത് കിടക്കും. ഇത് കിടക്കുവാണ്. നമ്മൾ ഇതിൽ ഓർഡർ എടുത്തിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തൊരു ആദ്യം പ്ലേസിൽ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നു. ആ ക്യാൻസൽ ഓർഡറാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രോസസ്സ്. നമ്മൾ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ വരും. നമുക്കിവിടെ പിന്നെ സ്കോർ ഓഫ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് തന്നെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രാഡേ ആണെങ്കിൽ നമുക്ക് സ്കോർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഇതിപ്പോൾ ഡെലിവറി ഓർഡറാണ് റീ ഓർഡർ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. മറ്റേ എക്സിക്യൂട്ട് എന്താ പറയുക, ഇൻട്രാഡേ ആയിരുന്നെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അതിനകത്ത് ഈ പൊസിഷനകത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് മുകളിൽ സ്വിച്ച് ചെയ്യാൻ ഓർഡർ വേണം എക്സിക്യൂട്ട് ആക്കാൻ പൊസിഷൻ കാണണമെങ്കിൽ ഇവിടെയാണ് പൊസിഷൻ പോകുന്നത്. അതിന് പറഞ്ഞു വെക്കാം. ഇപ്പോൾ ഈ ഓർഡറിൻ്റെ ഇതിപ്പോൾ ഓലയുടെ ഓർഡർ ഡെലിവറി ഓർഡറാണ് നടക്കുന്നത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത്. നമ്മൾ എക്സിക്യൂട്ട് ആകാൻ സ്ക്വയർ ഓഫ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എക്സിറ്റ് എന്ന് പറഞ്ഞ അടിയിൽ ഓപ്ഷൻ കിടക്കും. ഇൻട്രാഡേ ആണെങ്കിലും പ്രോസസ്സ് സെയിമാണ്. ആ എക്സിറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റിലാണോ മാർക്കറ്റിലാണോ ചെയ്യേണ്ടതെന്നുള്ള കിട്ടും. കൂടുതൽ ക്വാണ്ടിറ്റി ഇത് ബൈ ഓർഡർ ആയിരുന്നു, ഡെലിവറിക്ക് വേണ്ടി ബൈ ചെയ്തതാണ്. അതായത് സിങ് എടുക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ്. അതപ്പോൾ ബൈ മോർ എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ബൈ ചെയ്യാനും. ഇതിപ്പോൾ ഇൻട്രാഡേ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ കൺവേർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ അത് വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ ഡെലിവറി എടുത്ത സാധനം വേണമെങ്കിൽ നമുക്ക് ഇൻട്രാഡേയിലേക്കോ മാർജിനിലേക്കോ ഒക്കെ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. തൽക്കാലം അത് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി എക്സിറ്റ് എന്നുള്ളത് ഞെക്കുക. നമ്മൾ പൊസിഷനിൽ നിന്ന് വന്നിട്ടാണ് എക്സിറ്റ് എന്നുള്ളത് എടുത്തേക്കുന്നത്. നമ്മൾ മിനിമൈസ് ആയിപ്പോയി. ഈ എക്സിറ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് ലിമിറ്റ് പ്രൈസിൽ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാൻ സാധിക്കും, വേണമെങ്കിൽ മാർക്കറ്റ് പ്രൈസിലും നമുക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഇവിടെ സ്വിച്ച് ചെയ്താൽ മതി. നമുക്ക് സ്വിച്ച് ചെയ്തിട്ട് ഈ എക്സിറ്റ് എന്നുള്ള താഴത്തെ മെനു കൊടുത്താൽ മതി. അപ്പോൾ പ്രോസസ്സ് ക്ലിയർ ആയി വിചാരിക്കുന്നു. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഓലയിൽ പറഞ്ഞതേ ഉള്ളൂ, മറ്റേ ഓർഡർ എക്സിക്യൂട്ട് ആവാത്ത കാരണം ഞാനത് വിചാരിച്ച പോലെ എക്സിക്യൂട്ട് ആയിരുന്നെങ്കിൽ ഫുള്ളായിട്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയനെ. ഇതിപ്പോൾ ഒത്തിരി അങ്ങ് താന്നുപോയി. ഒരു 193.40 വന്നായിരുന്നു. ഞാനത് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. ചിലപ്പോൾ 1 മിനിറ്റ് പറ്റി ചിലപ്പോൾ തിരിച്ച് റിട്ടേൺ അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ട് സ്റ്റോക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ട്. അതുകൊണ്ട് എൻട്രി എടുക്കാൻ പറ്റിയ സ്റ്റോക്കാണ്. അതായത് സിങ് എടുക്കാനോ സിങ് അല്ല ഷോർട്ട് സെല്ലോ ബൈ എടുക്കാനോ പറ്റിയത്. അപ്പോൾ ഈ പോയിന്റിൽ വന്ന് നമ്മളൊരു ബൈ എടുത്തായിരുന്നെങ്കിലും ഒരു പ്രോഫിറ്റിലേക്ക് പോയേനെ. ഫ്രണ്ട്സ്, അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ വാച്ച് ലിസ്റ്റിൽ പോവുക, സ്റ്റോക്കിൽ ക്ലിക്ക് ചെയ്യുക, സെല്ലോ അല്ലെങ്കിൽ ബൈയോ അടിക്കുക. അത് കഴിയുമ്പോൾ ഓർഡർ ബുക്കിൽ വന്ന് കിടക്കും. ഓർഡർ ബുക്കിൽ വന്ന് കിടക്കുമ്പോൾ ലിമിറ്റ് പ്രൈസിലോ മാർക്കറ്റ് പ്രൈസിലോ എടുക്കാം. മാർക്കറ്റ് പ്രൈസിലാണെങ്കിൽ ഉടൻ തന്നെ എക്സിക്യൂട്ട് ആവും. എക്സിക്യൂട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓർഡർ ബുക്കിൽ നിന്ന് മാറി പൊസിഷനിലേക്ക് വന്ന് കിടക്കും. ആ പൊസിഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊസിഷനിൽ വന്ന് കിടക്കുന്ന സ്റ്റോക്കിന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ ഇവിടെ എക്സിറ്റ് അടിക്കാനുള്ള ഓപ്ഷൻ കിട്ടും. ഇതാണ് ബേസിക്കലി സിമ്പിളായിട്ടൊരു സ്റ്റോപ്പ് ലോസ് ഓർഡർ ചെയ്യാനുള്ള മെത്തേഡ്. എന്തെങ്കിലും സംശയം വേണ്ടി വോയിസ് ഇട്ടാൽ മതി. ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് ഏഞ്ചൽ ബ്രോക്കിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് എടുക്കാമെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ബൈ, സീ യു. ഞാൻ തൽക്കാലം ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. കാര്യം പറഞ്ഞത് തിരിച്ച് മുകളിലേക്ക് കയറുന്നുണ്ട്, പക്ഷെ എന്നാലും ടൈം എടുക്കുന്നു തോന്നുന്നു. കാരണം ഈ 193 ഒരു 40 അല്ലെങ്കിൽ 50 റേഞ്ചിൽ സെല്ലെടുത്താലാണ് എനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അത് മാർക്കറ്റ് ഓർഡറിൽ എടുത്തിട്ട് കാണിച്ചേനെ. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്യാതെ മെത്തേഡ് ക്ലിയർ ആയിരിക്കുന്നു. ഞാൻ വേറൊരു വീഡിയോ ഫുള്ളായിട്ട് ചെയ്യാവുന്ന കുറച്ച് നല്ലൊരു പോയിന്റ് കിട്ടുവാണെങ്കിൽ ചെയ്ത് കാണിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ, സീ യു.